ഗിഫ്റ്റാണത്. എന്താ? സ്വപ്നത്തിലൂടെ ഒരു മുടി കിട്ടിയപ്പോ ആ സ്വപ്നത്തിന്റെ ഹുക്കും എന്താ? സ്വപ്നത്തിന്റെ ഹുക്കും ആദ്യം ഒന്ന് പറയട്ടെ മൂപ്പര്. ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമികളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം നവവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ശൈത്താന്റെ കുതന്ത്രമാണ് ആണല്ലോ, അത് മൊത്തത്തിൽ ബാധകമാണല്ലോ. ആണ്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം തന്നെ പറയാണ് EK വിഭാഗത്തോട്, ഏറ്റവും വലിയ സംസ്ഥ, ഔദ്യോഗിക സംസ്ഥ, ആ ഔദ്യോഗിക സംസ്ഥയോട് പറയാണ്, സ്വപ്നം പറ്റൂലെങ്കിൽ വഹീദ്ദീൻ മാലി ഉണ്ടാവില്ല, അത് സ്വപ്നം വഴി വന്നതാണ്. എങ്ങനെയുണ്ട്? നിങ്ങൾ അദ്ദേഹം പറയുന്നത് കേട്ടോളി. പിന്നെയോ സ്വപ്നത്തിലൊന്നും കൈമാറൂല. നിങ്ങളെ പുതിയ ആശയം ഞങ്ങളെ വഹീദ്ദീൻ മാല തള്ളാനാ? എന്റെ വേദം വിളമ്പിപ്പറവാൻ മടിച്ചാരേ വേദാംബരവർ വായിൽ തുപ്പിക്കൊടുത്തോവർ. അള്ളാന്റെ റസൂലിന്റെ ഉമിനീര് സ്വപ്നത്തിൽ തുപ്പിക്കൊടുത്തു മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്. ആ മങ്കൂസ് മൗലിദ് അംഗീകരിക്കാത്തവൻ, മുഹീദ്ദീൻ മാല അംഗീകരിക്കാത്തവൻ സുന്നിയല്ല, അവനെ തുടരാൻ പറ്റൂല. 18ാം സമ്മേളനം പ്രമേയം, മീഞ്ചന്തയിലെ സമ്മേളനം, സമസ്തയുടെ സമ്മേളനം, എന്റെ കയ്യിലുണ്ട് റിപ്പോർട്ട്. സമസ്തയുടെ പേര് പറയുന്നത് നിർത്തൂ. മുഹീദ്ദീൻ മാലയിൽ അള്ളാന്റെ റസൂല് സ്വപ്നത്തിൽ തുപ്പിക്കൊടുത്തതില്ലേ, അത് അംഗീകരിക്കാത്തവൻ സുന്നിയല്ലെന്ന് സമസ്തയുടെ ആലിമീങ്ങൾ മുമ്പ് പറഞ്ഞതല്ലേ. എങ്ങനെയുണ്ട്? എന്റെ അടുത്തുണ്ട് പത്രത്തിന്റെ റിപ്പോർട്ട്. ആർക്ക് വേണം? ബുഖാരിന്റെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ എടുക്ക്, മുസ്ലിമിന്റെ ഉണ്ടെങ്കിൽ എടുക്ക്. അല്ലാത്തൊരു റിപ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ട. ഹദീസിലെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ, ഖുർആനിലെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ എടുക്ക്. ഇപ്പൊ എന്താ വന്നേ? മുഹീദ്ദീൻ മാലി സ്വപ്നത്തിൽ കൂടെ വന്നാണ്, അതും പറ്റൂല. ഇനിയിപ്പോ മങ്കൂസ ഉള്ളത് ബാക്കി അല്ലേ ഓതാന്? സബീന മൊത്തം പോയി, ജാല മുഹമ്മദ് പോയി, സിദ്ദീഖ് മൗലിദ് പോയി, മുഹീദ്ദീൻ മാലിയും പോയി. ഇനിയോ മങ്കൂസ് മൗലിദ് ഉണ്ട്. സ്വപ്നം തെളിവാക്കാൻ പറ്റൂലെങ്കിൽ അതും പറ്റൂല എന്നാ അസ്ലി മൂപ്പരനെ പറഞ്ഞല്ലോ ആദ്യം. അത് EK-ക്കാര് ശക്തമായി പഠിപ്പിക്കുകയും ചെയ്തു. സനത് വേണം, മുടിക്ക് മാത്രല്ല, ചട്ടിക്ക് മാത്രല്ല, എല്ലാറ്റിനും വേണം സനത്. സനത് മൊത്തം വേണം. സനത് വേണമെന്ന് കാന്തപുരി ഉസ്താദ് പറഞ്ഞാണ്. സനദില്ലെങ്കിൽ അൽ ഇസ്നാദ് അൽ അസ്നാദ് മിനദ്ദീൻ അല്ലേ, ഇസ്നാദ് ഇതിൽ പെട്ടതാണ് ഉസ്താദ് തന്നെ പറഞ്ഞാണ്. ഇനി ഞാൻ വരേണ്ടവരോ അടുത്ത തവണ, അടുത്ത ആഴ്ച അതിന്റെ അടുത്തേക്ക് നമുക്ക് വരാം, പ്രശ്നമൊന്നുമില്ല. യാത്ര ചെയ്താലും എനിക്ക് ഇവിടുത്തെ ഈരാറ്റുപേട്ടയിലെ മനുഷ്യരുടെ കേൾക്കാനുള്ള മനസ്സും അവരെ കാതും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി, അല്ല ഭയങ്കര ആഹ്ലാദം തോന്നി. അതുകൊണ്ട് 500 വട്ടം വരണ്ടെന്നാലും ഞാൻ വരും, വിശദീകരിക്കുകയും ചെയ്യും. നിങ്ങള് മങ്കൂസിനെ സംബന്ധിച്ച് അദ്ദേഹം പറയണമെന്ന് കേട്ടോളി. ഇനി സുഹൃത്തുക്കളെ, കിതാബും കൊണ്ടുവാ, കിതാബും കൊണ്ടുവാ, എന്നിട്ട് പറയാൻ മതി. മങ്കൂസ് മൗലിദ് തള്ളിയതെന്താ? ആരായിരിക്കും റഹിമഹുല്ലാഹ് كان إلى جانبي رجل ذمي وكنت في شهر ربيع الأول أدعو الفقهاء وأعمل مولدا للنبي صلى الله عليه وسلم. ഇതായി നിങ്ങൾ എന്ത് പറഞ്ഞു? അതിന് സഹിഹായ സനദില്ലാന്ന് തള്ളി മങ്കൂസ് മൗലിദ്. നിങ്ങളിപ്പോ പറയുന്നത് സഹിഹായ സനദില്ലേ, തള്ളണം. മങ്കൂസ് തള്ളാനുള്ള ഏർപ്പാടാ, തുടക്കാണിത്. മനസ്സിലായില്ലേ? അതിന് സനദില്ല, മുജാഹിദീങ്ങളെ തള്ളി കുടുങ്ങിയിരിക്കുകയാണ് നമ്മള് എന്നാണ്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഒന്നിനും സനദില്ല. ഈ സനദില്ലാത്ത വേറൊന്നും ഞാൻ കാണിക്കാം അല്ലേ? ഇവിടെ ഒരു ദിക്ർ കാണും. ഇതാണ് ഞാൻ മൂന്നാമത് ഉദ്ദേശിച്ചത്. ഏത്? നിങ്ങൾ ചിരിക്കുമെന്ന് ഞാൻ പറഞ്ഞേ, നിങ്ങൾ ചിരിക്കരുത് എന്ന് ഞാൻ പിന്നെ യാചിക്കണേ അടുത്തൊരു സാധനം അതാണ്. ഇതിന്റെ ബർക്കത്തും മഹത്വം പോകരുതെന്ന് വിചാരിച്ചിട്ട്. എന്താ ഈ ഒരു പ്രത്യേക ഇബാദത്ത്? ഈ ഇബാദത്ത് റസൂലുള്ളാഹി എന്നാ എപ്പോഴാ ചെയ്തത്, ഏതാ കിതാബ്, ഏത് കിതാബിലുള്ളതെന്ന് പറഞ്ഞാൽ മതി, വിഷയം തീർന്ന് ഞങ്ങൾ ചെയ്യും. ഇബാദത്ത് കണ്ടോളി, ചാടിയിട്ടും മണ്ടിയിട്ടും ഒക്കെ ഉള്ള ഇബാദത്ത്. ഇതിന്റെ പേരാണ് റിഫായി റാത്തീബ്.
അല്ലേ? അപ്പോഴാണ് ഓർമ്മ വന്നത് കുത്താറാത്തീഫും കൂടി ഉണ്ടല്ലോ, അതും കൂടി വന്നോട്ടെ, അതിന്റെയും കൂടി സനദും അഹ്ലുസുന്നത്തും ഒന്ന് പറയട്ടെ. സുന്നത്ത് ജമാഅത്തിലെ തെളിവ് ഇതൊക്കെ ഉസ്താദിന് പറഞ്ഞാൽ സമ്മതിക്കും. ആര്? കാന്തപുര ഉസ്താദ്. ഇതിന്റെ കാരണം എന്താ അറിയോ? ഉസ്താദ് എന്ന് പറഞ്ഞാൽ ദ പേഴ്സണൽ അസിസ്റ്റന്റ് ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഞാൻ പറയുന്നത്. ഉസ്താദ് പറയണേ. ഇതിന്റെ അടക്ക് ഞങ്ങളൊരു സ്ഥലത്ത് കുറെ മുസ്ലിം മൗലവിമാർ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു മൗലൂദ് ഓതാൻ ആഗ്രഹിച്ചിട്ട് ഒരു ചെറിയ കുട്ടിയുണ്ട് അവിടെ. ആ കുട്ടിയെ വിളിച്ചിട്ട് 2 സെബീനെ കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. ആ കുട്ടിയെ സെബീനെ കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. ഞങ്ങൾ കുറെ കാത്തിരുന്ന് ഇപ്പൊ വരും കുട്ടിയെ കാണുന്നില്ല. പിന്നീട് ഒരു അല്പനേരം കഴിഞ്ഞപ്പോ ആ കുട്ടിയുണ്ട് ഞങ്ങൾ മുന്നിൽ ഇങ്ങനെ നടക്കുന്നു. ഞങ്ങൾ വിളിച്ചു, മോനോടാ നിന്നെന്തിനു പറഞ്ഞയച്ചതാ? സെബീൻ കൊണ്ടുവരാന്. എന്നിട്ട് എവിടെ? അതിരിക്കണ്. അപ്പൊ നോക്കുമ്പോ പാത്രം കഴുകുന്ന 2 സെബീന പൊടിയുടെ പാക്കറ്റ് ആ കുട്ടി അവിടെ വാങ്ങിക്കൊടുന്ന് വെച്ചിട്ട് ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എടുത്തു ചെല്ലുന്നത് ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും ഈ കുട്ടി പഠിക്കണ്ടേ? മുജാഹിദ് പ്രസ്ഥാനം പണിയെടുത്തില്ലേ, പിന്നെ എങ്ങനെ പഠിക്കുക? ഇതിന്റെ ഉള്ളിലുള്ളതൊക്കെ എടുത്ത് പുറത്ത് കിട്ടൂ. ഇതിന്റെ ഉള്ളിലുള്ള എല്ലാ സാധനവും എടുത്ത് പുറത്ത് കിട്ടൂ അല്ലേ? ഇനി കുറച്ചും കൂടി കഴിഞ്ഞാല് മാല കൊണ്ടുവരാൻ പറഞ്ഞ അമ്മാന്റെ മാല കൊണ്ടേ കൊടുക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം എന്താ അറിയോ? സെബീന അൽഹംദുലില്ലാഹ് തലയിളയ്ക്ക് മുകളിൽ വെള്ളത്തുണി വിരിച്ച് കുന്തിരിക്കും ഒരുപാനം പുകപ്പിച്ച് ആദരവോടുകൂടി ഈ സമുദായത്തിൽ പിൽക്കാലത്ത് റസൂലിന്റെ പേരിലും ബദരീങ്ങളുടെ പേരിലും മുഹദീങ്ങളുടെ പേരിലുമൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മൗലിദ് കിതാബുകൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശവുമായി യോജിച്ചതല്ല എന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ടപ്പോ സത്യത്തിൽ എന്ത് ചെയ്തു? പല മഹല്ലുകളിൽ നിന്നും അത് കൈയൊഴിച്ചു. ഇപ്പൊ വളരെ ഒറ്റപ്പെട്ട് ചില നാടുകളിൽ മാത്രമേ അതുള്ളൂ, വ്യാപകമായി അത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോ ആ പഴയ കാലത്ത് ഇതിന്റെ മറവിൽ നല്ല വരുമാനം ലഭിച്ചിരുന്ന മുസ്ലിയാക്കന്മാർ ഇപ്പോൾ സഹോദരങ്ങളെ ആ നല്ല ഒരു കാലം ഇപ്പോൾ നമുക്കില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന രംഗം നിങ്ങളൊന്ന് കേട്ടോളൂ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലം നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? പ്രസവവേദന എടുത്ത ഉമ്മമാര് നഫീസത്തുമാല ചൊല്ലിയിട്ടല്ലേ അവരുടെ പ്രസവം നടക്കുന്നത്. എന്ത് ഇത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലം നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? നല്ല ഒരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? പ്രസവവേദന അടുക്കുന്ന സമയത്ത് പ്രസവം എളുപ്പമാകാൻ വേണ്ടി നമ്മൾ ചൊല്ലിയിരുന്നത് ബദർമാലയല്ലേ, നഫീസത്ത് മാലയല്ലേ? നല്ല ഒരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? അപ്പൊ നല്ല ഒരു കാലം എന്ന് പറഞ്ഞാൽ ഏതാ കാലം? ഖുർആനും സുന്നത്തും അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലമല്ല, മറിച്ച് ഖുർആനും സുന്നത്തും വലിച്ചെറിഞ്ഞ് ആരൊക്കെയോ പിൽക്കാലത്ത് മഹത്തുക്കളുടെ പേരിൽ ഉണ്ടാക്കപ്പെട്ട ഈ സബീന കിതാബുകൾ ആ കാലഘട്ടത്ത് വീണ്ടും കൊണ്ടുവരാൻ സഹോദരങ്ങളെ ആധുനികമായി പണിപ്പെടുകയാണ് പണ്ഡിതന്മാർ. ചിന്തിക്കൂ നിങ്ങൾ, സ്വന്തം ജീവിതത്തിൽ പോലും പ്രാവർത്തികമാക്കാൻ കഴിയാത്ത ആദർശമല്ലേ യഥാർത്ഥത്തിൽ ഇതിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്? ഇപ്പൊ മഹാന്മാരായ ബദരീങ്ങൾ, ആ ബദരീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വന്തത്തോട് രക്തബന്ധം മറന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പോരാടി അള്ളാഹുവിന്റെ സന്നിധിയിൽ ഉന്നതമായ സ്വർഗത്തിന് ജന്നാത്തുൽ ഫിർദൗസ് ശുഹദാക്കൾക്ക് അള്ളാഹു നിശ്ചയിച്ച പ്രത്യേകമായ പദവിയിൽ സ്വർഗത്തിൽ പക്ഷികളുടെ മേടകളിൽ പാറിപ്പറക്കുന്ന ബർസഖി ലോകത്ത് ജീവിക്കുന്ന മഹാന്മാർ അവർ വലിയവരാണ്, ആദരിക്കപ്പെടേണ്ടവരാണ്. അവർ മരിച്ചവരെന്ന് പറയാൻ പാടില്ല. പക്ഷേ അവർക്ക് നമ്മുടെ ജീവിതവുമായി ഇടപെടാനോ നമ്മളുടെ വിളിച്ചുതേറ്റം കേൾക്കുവാനോ നമ്മെ സഹോദരങ്ങളെ സഹായിക്കുവാനോ പടച്ചു തമ്പുരാൻ ഒരിക്കലും തന്നെ ഏർപ്പാടാക്കിയിട്ടില്ല. അങ്ങനെ ഒരു സംവിധാനവുമില്ല. അതുകൊണ്ട് തന്നെ ആ മഹാന്മാരായ ബദരീകളെ നമ്മൾ ആദരിക്കണോ, ബഹുമാനിക്കണോ? അവരേതൊരു ആദർശത്തിന് വേണ്ടിയാണോ ജീവൻ ത്യജിച്ചത്, ആ ആദർശത്തിന്റെ കാവലാളായി നമ്മൾ മാറണമെന്നാണ് മുജാഹിദുകൾ പറയുന്നത്. എന്നാൽ ഇവര് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ല.
ഇവർ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? മഹാന്മാരായ ബദരീങ്ങളുടെ പേരില് നിങ്ങൾ ബദർമാല ചൊല്ലിക്കോളൂ. എന്താ ബദർമാലന്റെ പോലീസ? ഏറ്റവും ഗന്ധുള്ള വരുത്തത്തില് ഇന്ദർ സഹബീകൾ പേരിനെ ഓതുക കുറിമുടിയോ മൂലം പള്ള തന്നീന്ന് കുട്ടി വീറക്കാരില് ഇല്ലാശക്കെന്നോ സാധാരണ പേരല്ല, മിടുക്കുള്ള പേര്, കടിഞ്ഞൂൽ പേര്. ആ പേരുണ്ടാകുമ്പോ മുട്ടിപ്പലകെട്ട് ബദർമാല ചൊല്ലിയാൽ പ്രസവിക്കുമെന്നതിൽ യാശക്കഫീഹി. കൊല്ലം കൊല്ലം ഇതിന്റെ പോലീസ് ഞങ്ങൾ കേൾക്കാറുണ്ട് അല്ലേ? പഴയ കാലത്തൊക്കെ സഹോദരങ്ങളെ, ഒരു വീട്ടിൽ പ്രസവവേദന കൊണ്ട് പെമ്പറന്നോളം നൊമ്പരെടുത്താൽ അന്ന് കൊണ്ടുപോകാനും പ്രസവം എടുക്കാനൊക്കെ അനവധി സംരംഭങ്ങളുണ്ട്. കൊണ്ടുപോകാൻ പറ്റൂല, മൊല്ലാക്കാനെ വിളിച്ചോണ്ടിരണം. മൊല്ലാക്ക ബദർ ബൈത്ത് തൊക്കിൽ വെച്ച് വീട്ടിലേക്ക് എത്തി മുട്ടിപ്പലക പുറത്തിട്ട് കൊടുത്ത് ചെല്ലലാണ്. മൊല്ലാക്കാനെ കൊണ്ട് കയ്യിലമാതിരി മൂപ്പര് മെനക്കെട്ട് ചെല്ലും. അള്ളാഹ് തൗഫീഖുണ്ടെങ്കിലല്ലേ ഇത് നടക്കുള്ളൂ പ്രസവം. അവസാനം മാമ വന്നിട്ട് പറയും, മൊല്ലാക്ക പമ്പർന്നോള് കിടന്ന് പടിയാണ്, നിങ്ങളെ കൊണ്ട് കയ്യിലമാതിരി ഒന്ന് ചെല്ലി. മൂപ്പര് മുക്കിമൂളി ഒന്നും കൂടി ചെല്ലും. പടച്ചോന്റെ തൗഫീഖ് കൊണ്ട് പ്രസവം അവിടെ നടന്നാൽ മാമ ഓടി വന്നിട്ട് പറയും, മൊല്ലാക്ക ഇനി മതി നിർത്തിക്കാളി. ഞാൻ എന്താ നിർത്തിയിട്ടെങ്കിൽ ഗർഭപാത്രം കുറലും അടക്കം പുറത്തേക്കിട്ട് പോരുന്ന അത്ര പവറുണ്ട് എന്നാണ് ഈ സമുദായം വിശ്വസിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ലാ ശക്ക ഫീഹി എന്ന് പറഞ്ഞുകൊണ്ട് ബദർ മൗലിദിന്റെ പ്രാധാന്യം പറയുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു ഉസ്താദ് അവരുടെ ഭാര്യമാർക്ക് ഡേറ്റ് തെറ്റിയാൽ ഈ മുട്ടിപ്പലകെട്ടത് ചൊല്ലുമോ? ചൊല്ലും എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റില്ല. ചൊല്ലൂല. കാരണം എന്താ? ഇരുന്ന് ചൊല്ലിയാൽ കുട്ടി ഉണ്ടാവില്ല, പെണ്ണുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ 15-ാം തീയതി പ്രസവം എന്ന് പറഞ്ഞാൽ 4-ാം തീയതി തന്നെ ക്ലാസ് തരക്കണി പായൊക്കെ എടുത്ത് ഹോസ്പിറ്റലിൽ പോവുക. എന്തിനാ ഉസ്താദ് നിങ്ങൾ ഇവിടെ? ഇത് വളരെ പോലീസുള്ള സാധനമല്ലേ, നിങ്ങൾക്ക് ചെല്ലിക്കൂടെ? താടന പിടിച്ചും കുഞ്ഞുമോനെ, അതൊക്കെ ജീവിക്കാനുള്ള ഏർപ്പാടല്ലടാ. അതൊക്കെ ഇപ്പോൾ ജീവിതത്തിൽ പ്രാവർത്തിക്കാക്കാൻ പറ്റുമോ? എന്നാൽ എന്തിനാണ് ഈ പാവം സമുദായത്തിന് മുതൽ ഇത് വെച്ച് കെട്ടുന്നത്? എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഇത് മഹാന്മാര് പഠിപ്പിച്ച ആദർശമല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായി കൊണ്ട് മാലിക്കി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതന്മാര് പോലും സഹോദരങ്ങളെ മൗലിദിനെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ ആളുകൾ വന്നുകൊണ്ട് ഫത്വ ചോദിച്ചപ്പോ സഹോദരങ്ങളെ നമുക്കറിയാം, സുയൂത്തി ഇമാം പോലും അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വ്യക്തമായി കൊണ്ടതാ പറയുന്നു. സഹോദരങ്ങളെ നോക്കൂ നിങ്ങള്, പ്രഗൽഭനായ പിന്നെ പണ്ഡിതന്മാരോട് മൗലിദിനെ സംബന്ധിച്ച് ചോദിച്ചു. ആ സമയത്തെന്താ മൗലിദിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്? ഇമാം ഫാക്കിയാനിയുടെ ഹോജയോട് അവർ വന്ന് ചോദിക്കുകയാണ്, മൗലിദിന് വല്ല അടിത്തറയുമുണ്ടോ? ആ ഫാക്കിയാനി എന്ന ഹോജ പറയുന്നു, ലാ അലമു ലിഹാദൽ മൗലിദ് അസ്ലം ഫീ കിതാബിൻ വലാ സുന്നാ വലാ യുൻഖൽ അമലുഹു അൻ അഹദിൻ മിനൽ ഉലമാഇൽ ഉമ്മാ الذين هم القدوة الدين المتمسكين بآثار المتقدمين. അദ്ദേഹം പറയുന്നു, ഖുർആനിലോ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലോ ഈ മൗലിദിന് രേഖയുള്ളതായി ഞാൻ അറിഞ്ഞിട്ടില്ല. മാത്രമല്ല നമുക്ക് മാതൃകയാക്കാവുന്ന മുൻഗാമികൾ അഥവാ സ്വഹാബത്ത്, താബികൾ, തബഅത്താബികൾ അവരിൽ നിന്ന് കടന്നു വന്ന ഒരു മാർഗവുമല്ലാതെ. അതുകൊണ്ട് തന്നെ ഇമാം ഫാഖിയാനി വന്നവരോട് ഫത്വ കൊടുക്കുന്നു, ബൽഹുവ ബിദ്അ, ഇത് സാക്ഷാൽ ബിദ്അത്താണ്. എന്താ ബിദ്അത്ത്? ദീനിൽ അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്ത ഒരു കാര്യം കൊണ്ടുവന്നാൽ അതിന്റെ പേരാ ബിദ്അത്ത്. ബിദ്അത്ത് ചെയ്താൽ സ്വർഗം കിട്ടുന്ന അല്ല. കുല്ലു ബിദ്അത്തുൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റസൂലുള്ള പഠിപ്പിക്കാത്ത പുത്തനാചാരങ്ങൾ ദീനിൽ വന്നാൽ അത് ളലാലത്താണ്, ളലാലത്ത് നരകത്തിലേക്കാണ്. അപ്പൊ ഇമാം ഫാഖിയാനിയോട് ജനങ്ങൾ വന്ന് ചോദിച്ചപ്പോ ഫാഖിയാനി ഇമാം പറയാണെന്ത്? ബൽ ഹുവ ബിദ്അ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അഹ്ദസ അൽ ബത്താലൂന വശഹവത്തു നഫ്സുൻ യഅതനാബിൽ ലക്കാലൂന. എന്നോട് വെറുപ്പ് പിടിക്കരുത്, ചൂടാകരുത്. ഇതിന്റെ വാചകമല്ല, ഇമാം ഫാഖിയാനി എന്ന മദ്ഹബി പണ്ഡിതൻ പറഞ്ഞാണ്. എന്ത്? അഹ്ദസ അൽ ബത്താലൂന വശഹവത്തു നഫ്സുൻ യഅതനാബിൽ ലക്കാലൂന. തീറ്റക്കൊതിയന്മാരായ ശാപ്പാട്രാമന്മാർ ദീനിലുണ്ടാക്കിയതാണെന്ന് അതിന്റെ പച്ച മലയാളം. അല്ലാതെ അള്ളാഹു റസൂലും അവിടുത്തെ മാർഗം പിൻപറ്റിയവരുമല്ല. അതുകൊണ്ടാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വാഇലായ തലവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ കൊല്ലം ജില്ലയിലെ ജോനകപ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത്
സഹോദരങ്ങളെ, ഒരുപാട് കാലം ജോലി ചെയ്ത ദക്ഷിണ കേരള ജംഇയ്യത്തുലമയിലെ ഒരു വലിയ പണ്ഡിതനാണ് തഴവ മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർ. അദ്ദേഹത്തിന് അൽ മവാഹിബുൽ ജലിയ എന്ന് പറഞ്ഞൊരു ബൈത്ത് കിതാബുണ്ട്. അതിലെന്താ പറഞ്ഞത്? മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ, എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹനവി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. മൗലിദ് കഴിക്കാതെ സമ്പ്രദായ റസൂലോ സ്വഹാബത്തോ താബീങ്ങളോ ചെയ്തിട്ടില്ല, അത് പിന്നെ കടന്നു വന്നതാണ് എന്ന് വ്യക്തമായിക്കൊണ്ട് സീറത്തുൽ അൽവിയ എന്ന ഗ്രന്ഥത്തില് ഇമാം സഖാവി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനപ്പുറം സഹോദരങ്ങളെ എന്ത് തെളിവാണ് നമുക്ക് നൽകാനുള്ളത്? അതുകൊണ്ട് തന്നെ ഈ മൗലിദ് കിതാബുകളിൽ അല്ലാഹുവും റസൂലും പഠിപ്പിക്കാത്ത അനവധി ശിർക്കിന്റെയും അതുപോലെ തന്നെ ഖുറാഫാത്തുകളുടെയും ഗദ്യപദ്യങ്ങളുണ്ട് എന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞപ്പോൾ അതെല്ലാം സത്യസമ്പൂർണമാണ് എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഈ കേരളത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയുമോ? ഒരിക്കലും തന്നെ അത് സത്യസമ്പൂർണമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത അനവധി ആദർശങ്ങൾ അതിനുണ്ട്. പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ മൗലിദ് കിതാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംവാദ ചർച്ചയ്ക്ക് വേണ്ടി കാന്തപുര വിഭാഗത്തിൽ അലവി സഖാഫി അടങ്ങുന്ന നൗഷാദ് ഹസീൻ അടങ്ങുന്ന ആളുകൾ വന്നു. മുജാഹിദ് പണ്ഡിതന്മാരും നേതാക്കന്മാരും വന്നു. രണ്ടു കൂട്ടരും ചർച്ച ചെയ്തപ്പോ മുസ്ലിയാക്കന്മാര് പറഞ്ഞു, എന്ത് കുറെ ഏടുകൾ സമൂഹത്തിലുണ്ട്, 66 വക, 226 വക, 444 വക, 2222 വക, ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കൂല. സമൂഹത്തില് വീടുകളിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സദീന കിതാബുകൾ അംഗീകരിക്കൂല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഏതാ അംഗീകരിക്കുക? ഞങ്ങളിതാ മർക്കസ് സ്വഹിയാക്കിക്കൊണ്ട ചെറിയൊരു കുഞ്ഞു മൗലിന് 5 വക, അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തൽക്കാലം കൊണ്ടുവന്നതാ. ഇവിടെ ആളുകൾക്ക് കിട്ടേണ്ടത് പാരമ്പര്യമായി ചൊല്ലി വരുന്ന മൗലിദിൽ തെറ്റുണ്ടോ അല്ലേന്നാ. അപ്പൊ പറഞ്ഞെന്താരോ അത് നോക്കാതെ പറയാൻ പറ്റൂല. അവസാനം രക്ഷപ്പെടുക എന്ന് കണ്ടപ്പോ ആ നാട്ടിലിത് സംഘടിപ്പിച്ച നിഷ്പക്ഷമതികളായ സമസ്തയിൽ തന്നെ ഉള്ള പ്രവർത്തകർ, ഐക്യവേദിക്കാർ, അവരെന്ത് ചെയ്തു? ഓലെ വീട്ടിൽ പാരമ്പര്യമായിട്ട് ചൊല്ലുന്ന ഒരു 12 വക മൗലിദ് എടുത്തുകൊണ്ട് ആ 12 വക മൗലിദ് എടുത്തുകൊണ്ട് വന്നിട്ട് സഹോദരങ്ങളെ അത് വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ ഈ വിഘടിത സമസ്തയിലെ മുസ്ലിയാക്കന്മാർ പറഞ്ഞെന്തായാലും അത് നമുക്ക് പരിശോധിക്കാതെ പറയാൻ പറ്റൂല, അതിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. മാലോകന്റെ മുമ്പിൽ അവർ ഏത്തമിട്ടു. കേട്ടോളൂ. അത് ഇവിടെ ഞങ്ങളുടെ വീടുകളിൽ മുസ്ലിം ഐക്യവേദിയുടെ ഭാരവാഹികളുടെ വീടുകളിൽ ഓതുന്ന ഒരു മൗലൂദ് കിതാബാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതിൽ ഒരുപാട് മൗലൂദുകൾ ഇവിടെ ലക്ഷക്കണക്കിന് മൗലൂദുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ കുറച്ച് മൗലൂദുകൾ ഞങ്ങൾ ഇവിടെ വായിക്കാം. ഇതിൽ ഏത് ഞങ്ങൾക്ക് ഓരാൻ പറ്റും, ഏത് പറ്റൂല എന്ന് ഇരു വിഭാഗം പണ്ഡിതന്മാർ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. ഞാൻ ഇവിടെ പേരുകൾ വായിക്കാം. 1 ബർസഞ്ചി മൗലിദ്, 2 ബാരി അബ്ഷാജ് മൗലിദ്, 3 ജാല മുഹമ്മദ് മൗലിദ്, 4 സിദ്ദീഖ് മൗലിദ്, 5 നഫീസത്ത് മൗലിദ്, 6 ഷാവുൽ മൗലിദ്, 7 ഷറഫുൽ മൗലിദ്, 8 മങ്കൂസ് മൗലിദ്, 9 മൊഹിയുദ്ദീൻ മൗലിദ്, 10 റിഫായി മൗലിദ്, 11 ബദ്ർ മൗലിദ്, 12 സുബ്ഹാന മൗലിദ് എന്നീ 12 മൗലിദുകൾ ഞങ്ങളിവിടെ വായിച്ചിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് ഏതാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, ഏതാണ് ശരിയല്ലാതെ എന്ന് ഇവിടെ പറഞ്ഞു തരണം. നേരത്തെ നമ്മുടെ മുസ്ലിം ഐക്യവേദി സംവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ഐക്യവേദിയുടെ പ്രസിഡന്റ് സിദ്ദീഖ് സാഹിബ് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ മൗലിദിന്റെ ഏടുകളിൽ ഞങ്ങളുടെ വീടുകളിൽ നടക്കുന്നത് ഓതാറുള്ളത് 2 മൗലിദിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഷറഫല്ലനാം, മറ്റൊന്ന് മങ്കൂസ്. ഈ നാടുകളിൽ ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് കേട്ട് പറയാം. ഈ പറഞ്ഞ 4 ഞാൻ പറഞ്ഞത് കേൾക്കുന്നത് നേരത്തെ സിദ്ദീഖ് സാഹിബ് പറഞ്ഞതാണ്. അത് വീഡിയോ ഓഡിയോ റെക്കോർഡ് ഉള്ളതാണ്, അദ്ദേഹം നിഷേധിക്കൂല. ഞങ്ങളുടെ വീടുകളിൽ ഓതാറുള്ളത് ഈ മൗലിദാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ മുറ്റത്ത് പറഞ്ഞിട്ടുള്ളത് 2 മൗലിദും പിന്നെ മറ്റൊന്ന് മുജാഹിദുകൾ കൂടി തർക്കമില്ലാത്ത 15 മൗലിദും. ഞാൻ പറയുന്നത് അതുകൊണ്ട് ഓതാറുള്ള മൗലിദാണെങ്കിൽ അതാണ്. ഇനി അതിൽ കുറെ മൗലിദുകളുണ്ട്. അതിൽ സുന്നികളുടെ
അംഗീകരിക്കുന്നതും സുന്നികളുടെ ആശയങ്ങളും ഉള്ളതും എന്ന് പറഞ്ഞാൽ പല സുന്നികൾ രചിച്ച മൗലിദുകളിലും പലരും പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. ഉദാഹരണം സിദ്ദീഖ് മൗലിദ് പോലെ. സിദ്ദീഖ് മൗലിദിൽ കള്ളക്കഥ ഇല്ലാത്ത യഥാർത്ഥ സിദ്ദീഖ് മൗലിദ് വേറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ചോദ്യത്തിൽ ചോദിച്ചതുകൊണ്ട് മറുപടി പറയുന്നു. ഞങ്ങളുടെ മർക്കസു തണ്ടാമത്ത് സുന്നിയയിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള സഹിഹാക്കപ്പെട്ട മൗലിദുകൾ എന്ന പേരിലുള്ള ഈ മൗലിദ് കിതാബിലുള്ള മൗലിദുകൾ ഞാൻ വായിക്കുന്നു. അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഒന്ന് ഷറഫല്ലന മൗലിദ്, മറ്റൊന്ന് മങ്കൂസ് മൗലിദ്, മറ്റൊന്ന് ബദർ മൗലിദ്, മറ്റൊന്ന് മുഹിയദ്ദീൻ മൗലിദ്, മറ്റൊന്ന് ഹിസായി മൗലിദ്. ഇത്രയും മൗലിദുകൾ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത്രയും മൗലിദുകൾ. അപ്പൊ ഒരു ചോദ്യം, ഒരു ചോദ്യം. ഇത്രയും 5 മൗലിദുകളെ കുറിച്ചാണ് ഉസ്താദ് ഇവിടെ പരാമർശിച്ചത്. ബാക്കിയുള്ള ഞാൻ വായിച്ച ബാക്കിയുള്ള 7 മൗലിദുകളും ഉസ്താദ് അംഗീകരിക്കുന്നില്ല പറയുന്നത്. അംഗീകരിക്കുന്നോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല. എന്തുകൊണ്ട്? അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആഘോഷിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ബോധപൂർവ്വമാണ് പറയുന്നത്. കാരണം പല മൗലിദുകളിലും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ആ കടത്തിക്കൂട്ടൽ ഇല്ലാത്തതാണോ അല്ലേ എന്ന് പരിശോധിച്ചതിന് ശേഷമേ ഉറപ്പുവരുത്താവൂ. ഞങ്ങൾ ഈ പറഞ്ഞ മൗലിദുകളിലാണെങ്കിലോ അതിൽ ഉറപ്പാണ് ഈ പറഞ്ഞ മൗലിദുകളിലൊന്നും കടത്തിക്കൂട്ടിയിട്ടില്ല. ഞങ്ങൾ ഈ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മൗലിദ് അത് 100% സത്യമാണ്. നമുക്ക് ഇതേക്കുറിച്ച് വാദപ്രതിവാദം ചെയ്യാം. ഞങ്ങൾ അംഗീകരിക്കുന്നത്, ഞങ്ങൾ സുന്നികൾ ഇറക്കിയിട്ടുള്ളത് ഞങ്ങൾ റെഡിയാണ്. ആ വിഷയമല്ലാതെ അവിടെയുള്ള ഏടുകൾ 165, 185, 255, 333 അതിലൊക്കെയുള്ള മൗലിദുകൾ എന്തൊക്കെ ആരൊക്കെ കടത്തിക്കൂട്ടിയിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയുള്ളത് കൊണ്ട് ഒറ്റയടിക്ക് ഇപ്പോൾ അത് പറയാൻ കഴിയില്ല. 1933 കാലഘട്ടങ്ങളിൽ ഫറൂഖിൽ വെച്ച് സഹോദരങ്ങളെ സമസ്തയിലെ പ്രഗത്ഭ പണ്ഡിതന്മാർ അവരുടെ മഹത്തായ സമ്മേളനത്തിൽ 8ാം പ്രമേയമായി അവതരിപ്പിച്ചത് എന്താ? നാടുകളിൽ ചൊല്ലിവരുന്ന സബീന കിതാബുകൾ. ആ സബീന കിതാബുകളിലെ ചില സബീന കിതാബുകളുടെ പേരിങ്ങോട്ട് പറഞ്ഞിട്ട് ഇത് ചൊല്ലാത്തവർ സുന്നിയല്ല, അവരെ ഖാദി സ്ഥാനത്തിനോ ഖത്തീബ് സ്ഥാനത്തിനോ പറ്റൂല എന്ന് യോഗം തീരുമാനിച്ചിരിക്കുന്നു എന്ന പാരമ്പര്യ സർട്ടിഫിക്കറ്റുള്ള സബീന കിതാബുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആളുകളുടെ മുമ്പിൽ ഒരു ഓപ്പറേഷന് വിധേയമാക്കാൻ വേണ്ടി വന്നപ്പോൾ അതിൽ കള്ളക്കഥയുണ്ട്, അതിൽ പ്രമാണവിരുദ്ധമായതുണ്ട്, പരിശോധിക്കാതെ പറയാൻ പറ്റൂല. ഇത്ര കാലം അത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ ഇതിൽ കള്ളക്കഥ ഉണ്ട്, നിങ്ങൾ അത് ഓതരുത് ഇത് ഓതരുത്? ഇല്ല. സംവാദ ചർച്ചയ്ക്ക് വന്നപ്പോഴാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, എതിർപക്ഷത്തുള്ള മുജാഹിദ് പ്രവർത്തകൻ പണ്ഡിതൻ കൃത്യമായി മൈക്കെടുത്ത് ശക്തമായി അവിടെ മറുപടി നൽകി വെല്ലുവിളിക്കുന്നു. ഇവർ വാദപ്രതിവാദത്തിന് തയ്യാറല്ല എന്ന കൃത്യമായ ആ ബോധം, ആഹ്വാനം ആ നാട്ടിലും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ കേൾപ്പിച്ചെടുത്ത എല്ലാ ആളുകൾക്കും ബോധ്യമായി. ആ രംഗൊന്ന് കേട്ടോളൂ. ഇവിടെ അവരൊരു 5 വായിച്ചു, നിങ്ങളൊരു 12 വായിച്ചു. നിങ്ങൾ സംഘടിപ്പിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നിങ്ങൾ വായിച്ച 12 ഈ പറഞ്ഞ പോലെ സംവാദം നടത്താൻ നിങ്ങൾ തയ്യാറാണ്? അതിനവരാണ് റെഡിയാണെങ്കിൽ ഓക്കെ. ഞങ്ങളിതാ 10,000 കുതിരശക്തിയോടെ തയ്യാറാണ്. അലി മുസ്ലിയാർ പ്രത്യേകം പറയും. അതേക്കുറിച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ നമ്മളെ അദ്ദേഹം ചോദിച്ച പേരിൽ കാര്യം കേട്ടോ, ഷിഹാബുദ്ദീൻ ചോദിച്ചത് ഈ എഴുത്തിലുള്ളത് എന്റെ വലിയ മോദിയെന്നാണ്. ഇതിപ്പോ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ, തെറ്റാണോ പിഴവാണോ നേരത്തെ ചോദിച്ചതാ. ഇതിപ്പോ പുതിയ വിവരമായി പറയേണ്ടതില്ല. ഞങ്ങൾ പറഞ്ഞു അതിൽ തകരാറുകൾ ഇല്ലാത്ത സഭയായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളതാണിത്. ഇതല്ലാത്ത മൗലിദുകൾ അതിലുള്ളതിൽ പിഴവുകളുണ്ടോ തെറ്റുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമേ പറയാവൂ എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അതിപ്പോ പുതിയൊരു വാദമായിട്ട് കൊണ്ടുവരേണ്ടതില്ല. ഉറപ്പുള്ള ഒരു 5 നമ്മൾ പറഞ്ഞല്ലോ. 2 കൂട്ടർക്കും തർക്കമില്ലാത്ത, ഐക്യവേദിക്കും സംശയമില്ലാത്ത, എല്ലാവർക്കും സുസമ്മതമായ ഈ 5 അത് നമുക്ക് വാദപ്രതിവാദം ആദ്യം നടക്കട്ടെ. എന്നിട്ട് പിന്നീട് മൗലിദുകൾ കുറയുണ്ടല്ലോ അത് പരിശോധിക്കുക. പരിശോധിച്ചിട്ട് ഉറപ്പ് തകരാറില്ലാതെ ഞങ്ങൾ പറയും ഞങ്ങളുടെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയോ അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുകയോ ചെയ്താൽ അതിനെക്കുറിച്ച് വാദപ്രതിവാദമാവട്ടെ. ഇന്ന് സമയം ഇപ്പോൾ 4:30 മണിക്ക് തുടങ്ങിയത് 12:30 മണി പിന്നിട്ടു. അതുകൊണ്ട് ഇവിടെ ഐക്യവേദി ചോദിച്ച 5 മൗലിദ് ആ കുറിച്ച് തന്നെ ചർച്ചയിലേക്കും സംവാദത്തിലേക്കും വരണമെന്നാണ് മുജാഹിദ് വിഭാഗത്തോട് വളരെ വിനീതമായി ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോ ഐക്യവേദി ചോദിച്ച 5 എന്ന് പറഞ്ഞു.
അതിന്റെ മുമ്പ് ഐക്യവേദി 12 ചോദിച്ചിട്ടുണ്ട്. അതൊന്നും മറക്കാൻ പാടില്ല. ഒരു കാര്യം ഈ കാണുന്നവരും കേൾക്കുന്നവരും മനസ്സിലാക്കുക. ഇത്രയും കാലം ഈ നാട്ടിലുള്ള ആളുകൾ അതുപോലുള്ള സെവിയയുടെ ഏടുകൾ ആചാര്യഭാഗ മൗലിക കിതാബുകൾ പുണ്യമാണെന്ന് കരുതിയാ ചൊല്ലിയതും ഇതുപോലെ മുസ്ലിയാക്കന്മാർ ചൊല്ലിച്ചത് അത് തെറ്റായിരുന്നു എന്ന് ഇപ്പോഴെങ്കിലും സമ്മതിച്ചതിൽ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നിങ്ങൾ ഇത് സംഘടിപ്പിച്ചിട്ടുള്ള ആളുകളെ ഈ രംഗത്ത് നിങ്ങൾക്ക് സന്തോഷിക്കാം, നിങ്ങൾക്ക് ആഹ്ലാദിക്കാൻ പറ്റിയ നല്ലൊരു വേളയാണിത്. അഥവാ നിങ്ങൾ എന്തായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്? നിങ്ങളുടെ വീടുകളിൽ സുബിയുടെ കിതാബുകൾ, ആ കിതാബുകളിൽ ധാരാളം അബദ്ധങ്ങളുണ്ട്, കള്ളക്കഥകളുണ്ട്, അതുപോലെ ശിർക്കിന്റെ വഴികളുണ്ട്, അതുപോലെ തന്നെ വിദഗ്ധാണ്, അതുപോലെ കാര്യങ്ങളൊക്കെ ഈ നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ബോധ്യമാകാമത്ത ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്ന് ബോധ്യമാകണമെന്നായിരുന്നു ഈ വല്ലപ്പുഴയിലെ ഐക്യവേദി ആളുകൾ ആഗ്രഹിച്ചിരുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അനുഗ്രഹത്താൽ അത് ബോധ്യമായിരിക്കുകയാണ്. സംഘടിപ്പിച്ച ഓരോരുത്തർക്കും മനസ്സിലായി എന്താണ് ഈ നിലക്ക് ഈ സ്വന്തം വീട്ടിലെ കിതാബ് കൊണ്ടുവന്നിട്ട് ഇതിലെ ഈ ആളുകൾക്ക് മൗലികമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണോ എന്ന് മാത്രമല്ല 12 വായിച്ച് കേൾപ്പിച്ചിട്ട് ഈ ഇരിക്കുന്ന യോഗങ്ങൾ ഒരാൾ അതേ നിങ്ങൾ തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ട് തയ്യാറായിരുന്നെങ്കിൽ വിശ്വസിക്കാമായി നമുക്ക് അവിടെ നമുക്ക് ആദർശമുണ്ട് എന്ന്. ആദർശമില്ല എന്ന് അക്ഷരാർത്ഥത്തിൽ ബോധ്യമായ ഗംഭീര രംഗമാണിത് എന്നുകൂടെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല നിങ്ങളുടെ ഉത്തരവാദിത്വം ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ ഇതിലേക്ക് പ്രചരിച്ചിട്ടുള്ള സമീര പോലെ കിതാബുകളിൽ അതില് അന്ധവിശ്വാസങ്ങളുണ്ടോ, തെറ്റുണ്ടോ, കള്ളക്കഥകളുണ്ടോ, ശിർക്കുണ്ടോ, വിദഗ്ധുണ്ടോ, ഈ കാര്യങ്ങൾ ഈ നാട്ടിലുള്ള ആളുകൾക്ക് ബോധ്യപ്പെടണം എന്നായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചത്. അതെ, അതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ആയിരിക്കുന്നവരൊക്കെ മുസ്ലിയാക്കന്മാരും ചർച്ചയ്ക്ക് തയ്യാറാവാത്തത് എന്ന് ഈ സന്ദർഭത്തിൽ ബോധ്യമായില്ല നിങ്ങൾക്ക്. ബഹുമാന സംഘാടകരെ സന്തോഷിക്കാൻ നിങ്ങൾക്ക്, ആഹ്ലാദിക്കാൻ നിങ്ങൾക്ക്, നിങ്ങൾ കൊണ്ടുവന്ന ശരീര കിതാബിൽ പോലും ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല എങ്കിൽ അതോ അവരവർക്ക് ആദർശമില്ല, ഖുർആന്റെ പിന്തുണയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലപ്പുഴയിൽ മൗലിദുകൾ സത്യസമ്പൂർണമാണെന്ന് പറഞ്ഞ് ദിവസങ്ങളോളം വഹൽ നടത്തിയ ആളുകൾ, അതിൽ കുഫറുണ്ട്, ശിർക്കുണ്ട്, ബിദഅത്താണ് എന്ന് പറഞ്ഞ് മുജാഹിദുകൾ വഹൽ നടത്തി. രണ്ടും മാറി മാറി കേട്ടപ്പോൾ സമസ്തയിലെയും അവിടെ നിഷ്പക്ഷമായി അങ്ങാടികളിലൊക്കെ ക്ലബ്ബുകളിലൊക്കെ സേവനമനുഷ്ഠിക്കുന്ന യുവാക്കൾ ഓരോ ഐക്യവേദി ഉണ്ടാക്കിയിട്ട് രണ്ടു കൂട്ടർ ക്ഷണിച്ചു സംവാദം നടത്താം. അതിന്റെ ഭാഗമായി സംവാദ വ്യവസ്ഥക്ക് വന്നപ്പോഴാണ് ഈ രൂപത്തിൽ ഒഴിഞ്ഞു മാറ്റമുണ്ടായത്. വല്ലപ്പുഴയിലെ സംഘടിപ്പിച്ചവർക്കും അതവിടെ ലൈവായി കണ്ടവർക്കും കൃത്യമായി മനസ്സിലായി യഥാർത്ഥത്തിൽ ഇത് സത്യസമ്പൂർണമല്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു മൈക്ക് സ്റ്റാൻഡ് പോലും വെക്കാൻ വല്ലപ്പുഴ എന്ന നാട്ടിൽ ഇടമില്ലായിരുന്നു എങ്കിൽ ഇന്ന് അൽഹംദുലില്ലാഹ് 45 ലക്ഷം രൂപയുടെ സ്ഥലമെടുത്ത് പള്ളിയും സെന്ററും സംവിധാനങ്ങളുമായി അനവധി മാറ്റങ്ങൾ ആ പ്രദേശത്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പലപ്പോഴും നിങ്ങൾ കൂടി അല്ലേ, ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടല്ലോ. ഇനി നാളെ ആൾക്കാർ നിങ്ങളോട് ചോദിക്കുമല്ലോ. ഞാൻ ഒരു ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരാൾ ചോദ്യം, ഒരു സാധാരണക്കാരൻ ഇൻവെർട്ടർ കോമിയിലിട സാധാരണക്കാരൻ എന്നുള്ളത് നല്ല ഓട്ടോറിക്ഷ ഡ്രൈവറെ കുപ്പായാണ്. കണ്ടോളി. പണ്ഡിതന്മാരോട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, പുറത്തുള്ള കാര്യത്തിൽ നോട്ടീസ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റേജിൽ നിന്ന് പറഞ്ഞത് കേട്ട് ഒരാൾക്ക് ഒരു ചോദ്യം ചോദിക്കാവൂ, ഉപചോദ്യം ആവശ്യം വന്നാൽ 2 ഉപചോദ്യമെന്ന്. നമുക്ക് നമ്മുടെ ഉദ്ദേശം സംശയം തീരണമാണല്ലോ. പ്രത്യേകിച്ച് സുന്നി പണ്ഡിതന്മാർ നമ്മുടെ പരിപാടിയെക്കുറിച്ച് അവർ ഇകഴ്ത്തി കാണിക്കൽ തന്നെ സുന്നികൾ എല്ലാവർക്കും പരസ്യമായിട്ട് എങ്ങനെ ചോദിക്കാൻ അവസരം നൽകുന്നു, മുജാഹിദ് പക്ഷക്കാർ ആ അവസരം നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നമ്മളെ ആക്ഷേപിക്കാറുള്ളത്. ആ ആക്ഷേപത്തിൽ നാം മാറ്റി എഴുതുന്ന ഇവിടെ വെച്ചുകൊണ്ട് കണ്ടല്ലോ. ഇനി ഇയാള് ചോദ്യം ചോദിച്ചതിന്റെ റിസൾട്ട് നിങ്ങൾ കണ്ടോളി. അടുത്ത് കണ്ടോളി. മര്യാദയും മാന്യതയും സഹിഷ്ണുതയും. എല്ലാവരും അടങ്ങിയിരിക്കുക, ആരും ബഹളമുണ്ടാക്കരുത്, എല്ലാവരും ശാന്തരായിരിക്കുക, എല്ലാവരും ശാന്തരായിരിക്കുക. പ്രവർത്തകരും ഇവിടെ ശാന്തരായിരിക്കുക, മുഴുവൻ മുജാഹിദ് പ്രവർത്തകരും ഇവിടെ ശാന്തരായിരിക്കുക. ശാന്തരായിരിക്കുക. ആരെയൊക്കെ സഹോദരൻ സുഹൃത്തുക്കളെ, വടിയും കൊണ്ടാ മുഖാമുത്തിന് വരുന്നത്. അത് കണ്ടോളി. അവസാനം നിയമപാലകര് വരുമ്പോ നിയമപാലകരെ മുന്നിൽ അഹ്ലുസുന്നത്തിന്റെ കുട്ടികൾ ആവേശം ചോരാണ്. ലാത്തി കൊണ്ട് നല്ല പൂശല കിട്ടുമ്പോ ഇറങ്ങി ഓടുന്നുണ്ട്. സുന്നി പ്രവർത്തകന്മാരുടെ തിരിഞ്ഞു പോവുക.
പ്രിയമുള്ള സുന്നി പ്രവർത്തകന്മാരെ തിരിഞ്ഞു പോവുക. ഞങ്ങൾ ചോദിക്കാൻ സൗകര്യത്തിലൂടെ ആളുകളുണ്ട്. ഇതാണ് കാന്തപുരം വിഭാഗത്തിന്റെ സ്ഥിതി. അവരെയാണ് ദക്ഷിണയിലെ ഒരു കൂട്ടം പണ്ഡിതന്മാര്. ഞാനിതൊന്നും വിചാരിച്ചല്ല, പക്ഷെ ചിലതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ സംഗതി ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും മരുന്ന് എന്താണെന്ന്. അതുകൊണ്ട് തന്നെ അതിവിടെ എടുത്തുവെച്ച് ഇത് കാണിച്ചു തരാന്. അല്ല, ഇവിടെ വന്നപ്പോ ഞാൻ മൈൻഡ് ചെയ്യണങ്ങൾ കണ്ടില്ലല്ലോ. ജസ്റ്റ് ഞാനൊരു വാചകം പറഞ്ഞപ്പോൾ തന്നെ രണ്ടാളവിടെ വട്ടം കുട്ടികൾ കണ്ടില്ലേ. അതിലൊരു 5 or 6 ആളുകൾ എന്റെ സഹപ്രവർത്തകരാണ്, മുജാഹിദ് പ്രവർത്തകരാണ്. അവരോട് ഞാൻ സീരിയസ് ആയി അഡ്വൈസ് ചെയ്യുന്നു, ഇരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കണം. 5 മിനിറ്റ് അങ്ങനത്തെ ഒരു ചെറിയ പ്രതിസന്ധി ഉടനെ നമുക്കില്ലാത്ത ഒരു രീതിയാണത്. 2 കൈയും മുട്ടിയാലേ ശബ്ദം ഉണ്ടാവുള്ളൂ. 2 എണ്ണം കിട്ടിയാല് നിങ്ങൾ വാങ്ങി വെച്ചളി, ഒരു പ്രശ്നമല്ല, പുണ്യമാണത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്. തൽക്കാലം അഫ്വൻ സംഗതികൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനാണ് അല്ലേ. ഇനി ഈ ചോദ്യം ചോദിച്ച് കലക്കിയ ആളെ നിങ്ങൾക്ക് കണ്ടേ, സംവാദവേദിയിൽ വരുന്ന ആളാ. അയാളെ കണ്ടോളിങ്ങള് വോയിസ് കട്ട് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുമോനെ. അയാളെ കണ്ടോ, അയാൾ സംവാദവേദിയിൽ വന്ന ആളാ. സൈഡിൽ നിന്ന് അയാൾ ചോദ്യം ചോദിക്കണ ചിത്രം വരും. ഓട്ടോറിക്ഷ ഡ്രൈവറെ കുപ്പായം കടം വാങ്ങിയിട്ട് ഉസ്താദ് വന്നേ ചോദ്യം ചോദിക്കാനാതെ മുഖാമുഖത്തിന്. അഹ്ലുസുന്നത്ത് തെളിയിക്കാൻ വന്നതാ, ധൈര്യം കൊണ്ട്. മനസ്സിലായില്ലേ? ധൈര്യം കൊണ്ട് അഹ്ലുസുന്നത്ത് തെളിയിക്കാൻ വന്നതാണിത്. ഇതാണ് ഇവരെ സ്വഭാവം. എന്നാൽ ഇപ്പൊ ഒന്നുമില്ല. ഞങ്ങൾക്കും ചില ടെക്നിക്സ് ഒക്കെ അറിയാം. അതുകൊണ്ട് തന്നെ 130 മുഖാമുഖം നടന്നു. ഒരു മുഖാമുഖത്തിലാണ് ചെറിയ കസേരയൊക്കെ പൊട്ടിയത്. മനസ്സിലായില്ലേ? ഇവിടെ നടക്കും മുഖാമുഖം. ഫെബ്രുവരിയിലോ മാർച്ച് എന്ന് പറഞ്ഞ കുട്ടികളുടെ പരീക്ഷക്കാലാണ്. പരീക്ഷയ്ക്ക് എഫക്ട് ചെയ്യാത്ത രീതിയിലാണെങ്കിൽ അപ്പൊ അടുത്ത അല്ലെങ്കിൽ ഏപ്രിൽ അടുത്ത മൈക്ക് നിങ്ങളെ കയ്യിൽ തരും. നിങ്ങൾക്ക് എത്ര വട്ടം വേണം അത്ര വട്ടം ചോദിക്കാൻ ചാൻസ് തരും. ഒരു സംശയമല്ല. നിങ്ങൾ ധൈര്യമായിട്ടൊന്നുമില്ല. അങ്ങനത്തെ ബേജാറൊന്നും മുജാഹിദികൾക്കില്ല. ഇനി നിങ്ങളെടുത്ത് ഞങ്ങൾ ചോദിക്കാൻ വന്നിട്ടില്ലേ? നിങ്ങളെടുത്ത് ഞങ്ങൾ ചോദിക്കാൻ വന്നിട്ടില്ലേ? ഉണ്ട്. അതും ഞാൻ കാണിച്ചു തരാം. ചോദിക്കേണ്ടവർക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു മുജാഹിദ് പ്രവർത്തകൻ ചോദിക്കണം ഉസ്താദിനോട് ചോദിക്കുമ്പോ ആ ചോദ്യങ്ങളൊന്ന് കേട്ടോളി. എന്റെ കയ്യിലുള്ളത് ഒരു കിതാബാണ്. ഇത് നമ്മുടെ പള്ളി ദിവസങ്ങളിൽ ഇവിടെയുള്ള മുത്താലികൾക്കൊക്കെ അറിയാവുന്ന ഒരു സംഗതിയാണ്. ഈ 10 കിതാബിൽ എഴുത്തിക്കാഫ് എന്ന് പറയുന്ന ഒരു ബാബുണ്ട്. ഈ ബാബിൽ ഈത്തിക്കാഫ് ഇരിക്കാൻ പാടില്ലാത്ത ആളുകളെ കുറിച്ച് പറയുന്നു. ഞാൻ വായിക്കുന്ന വിരോധമില്ല. ആ മുസ്ലിം ഭ്രാന്തൻ, ബോധം കെട്ടവൻ, ആർത്തവകാരി, പ്രസവകാരികൾ, വലിയ അശുദ്ധിയുള്ളവർ, ലഹരി ബാധിതർ, ഇവർക്ക് ഈത്തിക്കാഫിരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ അർത്ഥം ആർത്തവകാരികൾ ആർത്തവം ഒഴിവാകുന്ന സമയത്ത് അവർക്ക് എഴുത്തിക്കാഫിരിക്കാം എന്നാണ്. അതുകൊണ്ട് ഈ എഴുത്തിക്കാഫ് ഏത് പള്ളിയിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നതിനെ കുറിച്ചൊരു വിശദീകരണം തന്നാൽ. ഇങ്ങനെ അത് ചോദ്യം പൂർത്തിയാക്കി. എന്നിട്ട് അപ്പൊ ഉസ്താദ് അതിനൊരു മറുപടിയും പറഞ്ഞു. അന്യ പുരുഷന്മാര് പങ്കെടുക്കാത്ത സ്വന്തം വീട്ടിലോ സ്വന്തം ബെഡ്റൂം, ഒരു വീട്ടിന്റെ അകത്തളങ്ങളിലുള്ള ഒരു റൂം പള്ളിയാക്കി വഖഫ് ചെയ്തോ, അല്ലെങ്കിൽ വിവാഹബന്ധം ഹറാമായ അവരുടെ കുടുംബങ്ങൾ മാത്രം പങ്കെടുക്കുന്ന അവരുടെ ആ വീട് നിൽക്കുന്ന തൊടുവിലുള്ള ഒരു പള്ളിയിലോ, ഇങ്ങനെയൊക്കെയുള്ള പള്ളിയിൽ അവർക്ക് എഴുത്തിക്കാതിരിക്കുന്നതിനെ കുറിച്ചാണ് ആ പരാമർശം. 10 കിതാബിൽ പള്ളിയിൽ പെണ്ണിന് പോകാലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്താ അതിനുള്ള മറുപടി? അത് വീട്ടിലെയോ അല്ലെങ്കിൽ വീട്ടിന്റെ ഉള്ളിലെയോ അല്ലെങ്കിൽ തൊടുവിലോ ഒക്കെ പള്ളിയാണ്. അപ്പൊ ചോദ്യകർത്താവ് ഷാർപ്പ് അടുത്ത ചോദ്യം എന്താ അറിയോ? ഉസ്താദ് ഇതിൽ തന്നെ ഉണ്ട് വീട്ടിൽ എത്തിക്കാതിരുന്നാൽ ശരിയാവൂല. ഇതിൽ തന്നെ ഉണ്ട് വീട്ടിൽ എത്തിക്കാതിരുന്നാൽ ശരിയാവൂല. അതൊന്ന് കാണട്ടെ എന്ന് അറിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു കുറിപ്പും വരുന്നുണ്ട്. നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലെല്ലാം പറയുന്നുണ്ട് വീട്ടിലെ പള്ളിയിൽ ഇരുന്നാൽ ശരിയാവില്ല, ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ തന്നെ ഇരിക്കണം. വീട്ടിലെ പള്ളിയിൽ ഇരുന്നാൽ ശരിയാവുകയില്ല എന്ന് വായിക്കും. ഇതിലെല്ലാം പറയുന്നുണ്ട് വീട്ടിലെ പള്ളിയിൽ ഇരുന്നാൽ ശരിയാവില്ല, ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ തന്നെ ഇരിക്കണം. വീട്ടിലെ പള്ളിയിൽ ഇരുന്നാൽ ശരിയാവുകയില്ല എന്ന് വായിക്കും. അവസാനം എന്താ പറയണറിയോ? 10 കിതാബ് അറബിയിലാണ്, അറബി വായിക്കണം. ആരോട്? വേറൊരു സാധാരണക്കാരനോട് അറബി വായിച്ചാലേ മറുപടി പറയുള്ളൂ. മാത്രമേ കിതാബ് സാധുവായുള്ളൂ. അത് 10 കിതാബ് അറബിയിലാണോ? പരിഭാഷ നിങ്ങൾ ആരും ഉസ്താദിന് 10 കിതാബല്ലാന്ന് പറയാം. നിങ്ങൾ വായിക്കുന്നത് 10 കിതാബല്ലാതെ ഞാൻ ഉറപ്പിച്ചു പറയും, യാതൊരു സംശയമില്ല. 10 കിതാബ് എന്നത് അറബിയിലാണ്. അറബിയിലുള്ള 10 കിതാബ് ഒരു വായിക്കും. ഞാൻ കേൾക്കട്ടെ. ഞാൻ പറയുന്നത് ശരിയാണ്, നിങ്ങൾ പറയാൻ പറ്റില്ല. അറബിയിലുള്ള 10 കിതാബ് നിങ്ങൾ വായിക്കും. ആര്
അതൊന്നും എനിക്കറിയേണ്ടതില്ല. അറബിക്കുള്ള 10 കിതാബ് അതിനുള്ള പരിഭാഷയാണെങ്കിൽ അറബി ഉണ്ടാവില്ല, അറബികൾ വായിക്കാൻ നമുക്ക് നോക്കാം. അതിപ്പോ ഏതുപോലെ അറിയാം. ഞാൻ ഒരു കാരണം പറയാം. ഖുർആനിൽ മുജാഹിദുകൾ വ്യാഖ്യാനം ജമാഅത്തുകൾ അവർക്ക് അവർ ചോദ്യമായിരുന്നു. അതിന് വായിച്ചിട്ട് ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. അതെ, ഞാൻ പറയുന്നത് ആ പദം, നിങ്ങൾ പറയുന്ന പദത്തിന്റെ അറബി അതിലുണ്ടാവുമല്ലോ, അല്ലാതെ വായിക്കാൻ. അതെ, ഇവിടെ ഇരിക്കുന്ന മുസ്ലിങ്ങളൊക്കെ സാക്ഷിയാണ്. ഈ 10 കിതാബ് പള്ളി ദർസുകളിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ അത് പറയുന്നത് ഞാൻ കേൾക്കാം. മലയാള കിതാബ് പള്ളിയിൽ ഇല്ല എന്ന് ഞാൻ 1000 സത്യയോടെ പറയുന്നു. 1000 സത്യയോടെ ഞാൻ പറയുന്നു. ഈ മലയാള 10 കിതാബ് പള്ളി ദർസിൽ ഒറ്റത്തിലുമില്ല. മലയാളത്തിലുള്ള 10 കിതാബ് അറബിയിലാണ്. ആദ്യത്തെങ്കിലും വായിക്കുക. അപ്പൊ അത് പഠിച്ചിട്ട് ഞങ്ങൾ നടക്കുന്നത് വെറുതല്ല. അറബിയിലുള്ള 10 കിതാബിലുള്ള യഥാർത്ഥ വായിക്കൂ. അതില്ലെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു. അതെ, മലയാളത്തിൽ ആളുകൾ എഴുതിയത് നമുക്ക് രേഖയെ അതെ. ഈ മുസ്ലിമുകളെ സാക്ഷിലെങ്കിലും ഒക്കെ പറയാൻ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും പറഞ്ഞിട്ടില്ലേ. എന്നോട് ജയിച്ചിട്ട് പോവാം. പോകൂല. ഞാൻ കഴിഞ്ഞ സമയം നിങ്ങളത് ലഹരി കിതാബ് അങ്ങനെയല്ല ഞാൻ ഈ പറയുന്നതില്ലെങ്കിൽ കൊണ്ടുവരാം. സൂപ്രീം വരെ നമ്മൾ ഇന്നിടാം. പോകൂല നമ്മൾ. അതെ അതെ. നിങ്ങൾക്ക് അവരെ പള്ളിയിൽ ഞാൻ ഒരു എഴുതാനിക്ക് പറയട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കവത്തരം പറയില്ല. ഇതാണ് നിങ്ങളെ കോലം. ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ഉണ്ടാവില്ല. ഞങ്ങള് മൈക്കെന്നാ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചോദിക്കാം, അതിനുള്ള അവസരം ഉണ്ടാകും. അവസാനം അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തും പഠിപ്പിച്ചതുപോലെ ഇവിടെ പ്രചരിപ്പിക്കേണ്ടതുണ്ട്. ഏത് കക്ഷികൾ വന്നാലും നമുക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തും പഠിപ്പിച്ചതുപോലെ ഇവിടെ പ്രചരിപ്പിക്കേണ്ടതുണ്ട്. അതിന് സംശയമൊന്നുമില്ല. നബിദിനോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് കാണിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനാനുവാദം കൊടുത്തതുണ്ടോ? അതിനാ സുന്നത്ത് എന്ന് പറയാം അല്ലേ? ജമുൽ ജവാമിഅ് കൃത്യമായി പറഞ്ഞു. എന്താ പറഞ്ഞത്? അഖ്വാലു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ആലുഹു വ തഖ്രീറാത്തുഹു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം അല്ലെ? ജമ്മ ഉസൂലിലുള്ള ഒരു അടിസ്ഥാന കിതാബാണല്ലോ. അത് പറഞ്ഞതനുസരിച്ചുള്ള ഉണ്ടോ സുഹൃത്തുക്കളെ? ഉണ്ടോ എന്നത് നമ്മൾ കൃത്യമായി പരിശോധിക്കണം. അപ്പൊ പേരോട് ഉസ്താദ് തന്നെ പറയാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതുണ്ടോ എന്ന് ചോദിച്ചപ്പോ പേരോട് ഉസ്താദ് തന്നെ പറയണത് എന്താ? ചെയ്തതില്ല എന്നാ. മൂപ്പരന്നെ പറയണതോ അങ്ങനെ വേണമെന്നാ. ചെയ്തതില്ല എന്ന് അദ്ദേഹം പറയണ നിങ്ങൾ കേട്ടോളി. മൗലവിമാര് പറഞ്ഞെന്താ? മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കണ്ട, ജന്മദിനം ആഘോഷിക്കണമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ലല്ലോ. ഏതെങ്കിലും ഒരു നേതാവ് പോലും എന്റെ ജന്മദിനം ആഘോഷിക്കണോ, എന്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന് പറഞ്ഞാൽ അവൻ ആ നേതാവ് അയാളിന്റെ ഒരു പ്രത്യേക പൊങ്ങത്തക്കാരനല്ലേ ആവുക. അതുപോലെ ഞാൻ പറഞ്ഞ നേതാവ് ഉണ്ടാവും. അപ്പോ ഏതെങ്കിലും ഒരു നേതാവ് സ്വന്തം ആഘോഷിക്കോന്ന വേണ്ട. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഘോഷിച്ചത് റസൂലുള്ളാഹിയുടെ പേരിലുള്ള ആഘോഷം തന്നെ ആയിട്ടാണെന്നാണോ? മുത്ത് റസൂലുള്ളാഹി അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് പറയുന്ന സ്വലാത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പൊ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലേ? ഇതെന്താ അല്ലാത്തത്? ഇനി അത് വേണ്ട, ചോദ്യങ്ങൾ ഇവിടെ പ്രസക്താണ്. റസൂൽ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച ദിവസം നോമ്പെടുത്തുകൊണ്ട് ആ നോമ്പിനെ സംബന്ധിച്ച് അന്വേഷിക്കപ്പെട്ടപ്പോൾ ഫീഹി ഉലിത്തു, എന്നെ പ്രസവിക്കപ്പെട്ട ദിവസമാണ് ആ ദിനം എന്ന് നമ്മെ പഠിപ്പിച്ചുകൊണ്ട് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം സ്മരിക്കപ്പെടാനും കൊണ്ടാടപ്പെടാനും ശുക്റിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ധന്യമാക്കാനും നമ്മെ പഠിപ്പിച്ചതനുസരിച്ചാ മൂപ്പര് ചെയ്യണം. അപ്പൊ നേരത്തെ പറഞ്ഞതോ നബി ഞാൻ പറഞ്ഞ ഒരാളാകൂല. അപ്പൊ പായോ? എന്നിട്ട് മുജാഹിദുകൾ സാധാരണ മനസ്സിലാക്കുന്ന ഇത് സമയമല്ല, അരമണിക്കൂറും കൂടിയാണ് എന്റെ മുന്നിലുള്ളത്. ഞാൻ നിങ്ങൾക്കൊരു ഭാഗം കാണിച്ചു തരായിരുന്നു. ഇതേ അലവി സഖാഫിന്റെ മുന്നിൽ